CPM രാഷ്ട്രീയത്തിൽ വിവാദങ്ങൾക്ക് വഴിവെച്ച ഒരു കത്തുണ്ടായിരുന്നു. ആ കത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇന്നത്തെ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ മകനെതിരെയും ചില CPM നേതാക്കൾക്കെതിരെയൊക്കെ തുറന്ന കത്ത് പോളിറ്റ് ബ്യൂറോയ്ക്ക് അയച്ച അന്നത്തെ ഒരു നായകനുണ്ടായിരുന്നു, ഷെർഷാദ്. ആ ഷെർഷാദ് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായി. ഷെർഷാദിനെ അറസ്റ്റ് ചെയ്യപ്പെട്ടത് അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്തത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി, മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. P. ശശിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് എന്നാണ് പറയുന്നത്. CPM സംസ്ഥാന സെക്രട്ടറിയായിട്ടുള്ള MV ഗോവിന്ദനും മകനുമെതിരെ ഇയാൾ ആരോപണം ഉന്നയിച്ചിരുന്നു. ആ ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിൽ, കാരണം MV ഗോവിന്ദനും മകനുമെതിരെ പോളിറ്റ് ബ്യൂറോയ്ക്ക് കത്തയക്കുന്ന സാഹചര്യമുണ്ടായി. അതിൽ ആ ആരോപണത്തിൽ ലണ്ടനിലെ ഒരു ദല്ലാൾ ഉൾപ്പെടെയുള്ള ഒരു സംഘം അതിനകത്ത് പ്രവർത്തിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ടായിരുന്നു. ഈ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു പ്രശ്നം രാഷ്ട്രീയപരമായി CPMനെ വല്ലാതെ കുലുക്കിയ വിഷയമായിരുന്നു. അങ്ങനെ കത്ത് വല്ലാതെ ഉയർന്നു നിൽക്കുന്ന ഒരു സമയത്തും ആ കത്ത് പുറത്തു വന്ന്, പോളിറ്റ് ബ്യൂറോയിലെ കത്ത് പുറത്തു വന്ന് പല CPM നേതാക്കളും ഭയന്ന് നിന്ന ഒരു കാലഘട്ടത്തിലാണ് പെട്ടെന്ന് മറ്റൊരു വിവാദം ഇവിടെ ഉണ്ടായതും രാഹുൽ മാങ്കൂട്ടത്തിലുമായി വിഷയം ഉണ്ടാകുന്നു. ആ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഈ കത്ത് ഇല്ലാതായിപ്പോൾ എല്ലാവരും മറന്നു. ആ കത്തിനെക്കുറിച്ച് ആർക്കും ഒരു പരാതിയോ പരിഭവമോ അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ നേതാക്കൾ, CPMൻ്റെ രാഷ്ട്രീയ നേതാക്കൾ സാമ്പത്തികമായിട്ടുണ്ടാക്കിയ പണത്തെക്കുറിച്ചുള്ള അറിവോ ഒന്നും പിന്നെ ആരും ചർച്ചയാക്കിയില്ല എന്നതാണ്. CPM നേതാക്കളുടെ സാമ്പത്തിക ഇടപാട് പരാമർശിച്ചുകൊണ്ട് പോളിറ്റ് ബ്യൂറോയ്ക്ക് നൽകിയ പരാതിക്കത്ത് അത് ചോർന്നതാണ് വലിയ വിവാദമായത്. ആ കത്ത് ചോർത്തിയത് സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ്റെ മകനായിട്ടുള്ള ശ്യാംജിത്ത് എന്ന് സംശയിക്കുന്നതായിട്ട് അന്ന് പരാതിക്കാരനായിട്ടുള്ള ഷെർഷാദ് ആരോപിക്കുകയും ചെയ്തിരുന്നു. ആ ആരോപണവുമായി രംഗത്ത് വന്നപ്പോഴാണ് സാമ്പത്തിക ഇടപാടുകളിൽ ഇടനില നിന്ന ലണ്ടനിലെ ദല്ലാളിനെതിരെ മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതി അടക്കം തഴയപ്പെട്ടു എന്നുള്ളതും, ആ പരാതി തഴയപ്പെട്ടതിന് പിന്നിൽ അതിനകത്ത് ഇടപെട്ടത് P. ശശിയാണ് എന്നുകൂടി ഷെർഷാദ് ആരോപിച്ചുകൊണ്ടാണ് അന്ന് മുന്നോട്ട് വന്നിരുന്നത്. അപ്പോൾ CPMലെ പല നേതാക്കന്മാർക്കുമെതിരെ വളരെ കണിശമായ ആരോപണങ്ങൾ, കൃത്യമായ ആരോപണങ്ങൾ നടപ്പിലാക്കി എന്നുള്ളതാണ് ഷെർഷാദ് ചെയ്ത കുറ്റമായി പറയേണ്ടിയിരിക്കുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ കുറ്റത്തിലേക്ക് വരാം. അതിനു മുൻപ് പാർട്ടി അംഗമായിട്ടുള്ള ലണ്ടനിലെ ദല്ലാളിനെ ഇടനില നിന്നുവെന്നും ആ പരാതിയിൽ വലിയ ആക്ഷേപം കൂടി ഈ ഷെർഷാദ് ഉന്നയിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ലണ്ടൻ പ്രതിനിധി എന്ന നിലയിൽ മധുരയിലെ പാർട്ടി കോൺഗ്രസിനെത്തിയ ദല്ലാളിനെ പരാതിയെ തുടർന്ന് തിരിച്ചയക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടതുമാണ്. ഒപ്പം തന്നെ ലണ്ടൻ പ്രതിനിധി ഡൽഹി ഹൈക്കോടതിയിൽ നൽകിയ മാനനഷ്ട കേസിൽ അടക്കം ഈ രേഖയും ചേർത്തതോടുകൂടിയാണ് ഈ വിവാദം വളരെയധികം മുറുകിയത് എന്നുകൂടി പറയട്ടെ. വെറുതെ മടങ്ങിപ്പോയിരുന്നെങ്കിൽ ഈ പ്രശ്നം ആരും അറിയില്ലായിരുന്നു. പകരം ഇദ്ദേഹം പോയിട്ട് ഈ ലണ്ടൻ പ്രതിനിധി എന്ത് ചെയ്യുന്നു വെച്ചാൽ ഡൽഹിയിലെ ഹൈക്കോടതിയിൽ ഒരു മാനനഷ്ട കേസ് കൂടി ഫയൽ ചെയ്തു. അതിനകത്ത് ഈ രേഖ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത് ചെയ്തത് എന്നുള്ളതാണ്. അപ്പോൾ പിടി ആർക്ക് കിട്ടി? MV ഗോവിന്ദനും മകനും CPMലെ മറ്റുള്ള നേതാക്കന്മാർക്കും എതിരെയായി മാറി, കുരുക്ക് മുറുകി എന്നർത്ഥം. അപ്പോൾ അവിടെ PBക്ക് കിട്ടിയ ഈ രഹസ്യ രേഖ അതെങ്ങനെ ചോർന്നു? അത് ചോർന്നത് എങ്ങനെയാണ്? ആര് ചോർത്തി? പരാതി എന്തിന് മാനനഷ്ട കേസിനൊപ്പം രേഖയാക്കി? തുടങ്ങിയ ചോദ്യങ്ങളാണ് അന്ന് ഷെർഷാദ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉയർത്തിയിരുന്നത്. കത്ത് ചോർത്തിയത് MV ഗോവിന്ദൻ്റെ മകൻ ശ്യാംജിത്താണ് എന്ന് സംശയിക്കുന്നു എന്നുകൂടി ഷെർഷാദ് ആരോപിച്ചപ്പോഴാണ് ഈ വിവാദം ആളിക്കത്താൻ തുടങ്ങിയത്. പക്ഷേ ഇപ്പോഴത്തെ പരാതിയും CPMന് രാഷ്ട്രീയ തലവേദന സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ്. കാരണം നിക്ഷേപ തട്ടിപ്പ് കേസാണ് ഉയർന്നു വരുന്നത്. ആ നിക്ഷേപ തട്ടിപ്പ് കേസ് ഉയർന്നു വരുന്ന സമയത്താണ് ഇപ്പോൾ ഷെർഷാദിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സമീപകാലത്ത് CPMന് തലവേദന ഉണ്ടാക്കിയവർക്കെതിരെ പോലീസിനെ ഉപയോഗിച്ച് സർക്കാർ പലതരത്തിലുള്ള സമീപനങ്ങൾ സ്വീകരിച്ചിരുന്നു, അവരെ അങ്ങനെ നേരിട്ടിരുന്നു എന്നുള്ള ആക്ഷേപം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഷെർഷാദിനെ കൂടി ആ ഒരു പോലീസ് നയം ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ആരോപണം കൂടി ഉയരുന്നുണ്ട് എന്നതാണ്. അപ്പോൾ ഇവിടെ ഷെർഷാദ് 40 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്ന് പറയപ്പെടുന്ന കേസിൽ, സാമ്പത്തിക തട്ടിപ്പ് കേസിലാണ് എറണാകുളം ടൗൺ സൗത്ത് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 40 ലക്ഷം രൂപ തട്ടിച്ചു എന്ന കൊച്ചി സ്വദേശികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ ഇപ്പോഴത്തെ സംഭവവികാസങ്ങൾ എന്ന് പറയപ്പെടുന്നത്, ആ സംഭവവികാസങ്ങൾക്ക് പിന്നിലെ കാര്യമെന്ന് പറയപ്പെടുന്നത് ഷെർഷാദ് ഉയർത്തിയ ആരോപണങ്ങളാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഷെർഷാദ് ഉയർത്തിയ ആരോപണങ്ങൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഷെർഷാദ് ആരോപണം ഉന്നയിച്ചത് വെറും ഒരു ചെറിയ ആൾക്കെതിരെയല്ല, പകരം ഇതെല്ലാം കൃത്യമായി മനസ്സിലാക്കുവാനും പെരുമാറുവാനും കഴിയുന്ന CPM എന്ന് പറയപ്പെടുന്ന പാർട്ടിയിലെ ഉന്നതന്മാർക്കെതിരെയുള്ള ആരോപണമാണ് അദ്ദേഹം നടത്തിയത് എന്നുള്ളതാണ്.
ഇപ്പോൾ ഈ വഞ്ചന കേസിലാണ് ഈ ഷർഷാദ് അറസ്റ്റിലായെങ്കിൽ കൂടിയും CPM-നെതിരെ പ്രതികരണം നടത്തിയതിൻ്റെ ബാക്കിപത്രമാണ് ഈ അറസ്റ്റ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് സംസാരിക്കുവാൻ അദ്ദേഹം ശ്രമിക്കുമ്പോഴും ഈ പോലീസ് മാധ്യമങ്ങളോട് ഇടപെടാതിരിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ശ്രമം നടത്തുന്നതും കണ്ടതാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായ ഷർഷാദിനെ മാറ്റിക്കൊണ്ടുപോവുകയും CPM സെക്രട്ടറിയായ MV ഗോവിന്ദൻ്റെ മകനെതിരെ നടത്തിയ വെളിപ്പെടുത്തലിൻ്റെ പ്രതികാരമാണ് അറസ്റ്റ് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. പാർട്ടി കുടുംബാംഗമാണ് പരാതിക്കാരനെന്നും EP ജയരാജൻ്റെ ആളാണ് ഇയാളെന്നും ഷർഷാദിനോടൊപ്പം പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇതുമാത്രമാണ് അദ്ദേഹത്തിന് ഇന്നലെ പ്രതികരിക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ്. പക്ഷേ ഗോവിന്ദൻ്റെ മകനുമായിട്ട് ബന്ധപ്പെട്ട് കേസിൽ ചില ശ്രമങ്ങൾ നടന്നു. ചിലർ ഇതിനകത്ത് ചില ഒളിച്ചുകളികൾ നടത്തി. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓഡിയോ ക്ലിപ്പുണ്ട്. ആ ഓഡിയോ ക്ലിപ്പ് ഉടൻ പുറത്തുവിടുമെന്ന് കൂടി ഷർഷാദ് പറയുന്നുണ്ട്. ജയിൽ മോചിതനായ ശേഷമായിരിക്കും കൂടുതൽ പ്രതികരണമെന്നും ഷർഷാദ് പറയുന്നു. അപ്പോൾ ഇനിയും പേടിക്കേണ്ടിയിരിക്കുന്നു MV ഗോവിന്ദനും ഗോവിന്ദൻ്റെ മകനും CPM എന്ന് പറയപ്പെടുന്ന പാർട്ടിയും. ഇപ്പോൾ 40 ലക്ഷം രൂപ കബളിപ്പിച്ചു എന്നുള്ള കേസിലാണ് കൊച്ചിയിൽ ഇദ്ദേഹം അറസ്റ്റിലായത്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ പോളിറ്റ് ബ്യൂറോ അംഗം CPM പോളിറ്റ് ബ്യൂറോയ്ക്ക് കത്തയച്ച വിവാദ വ്യവസായിയാണ് ഷർഷാദ് എന്ന് പറയപ്പെടുന്നത്. 2023 പെൻഡ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറായിരുന്നു ഈ ഷർഷാദ്. പലരിൽ നിന്നായിട്ട് ഈ സ്ഥാപനം പണം വാങ്ങിയിരുന്നു. കൊച്ചിയിൽ നിന്നുള്ള 2 പേരിൽ നിന്ന് 40 ലക്ഷത്തോളം രൂപ വാങ്ങിയിരുന്നു എന്ന് പറയപ്പെടുന്നു. 24% ലാഭവിഹിതം, 5% വാർഷിക റിട്ടേൺ, 5% ഷെയർ എന്നിവയായിരുന്നു നിക്ഷേപത്തിനുള്ള വാഗ്ദാനം. എന്നാൽ ഇവ ഒന്നും തന്നെ ഷർഷാദ് നൽകിയിരുന്നില്ല എന്നാണ് പരാതി. ഇതേ തുടർന്നാണ് 2 കേസുകൾ ഉണ്ടായത്. എറണാകുളം സൗത്ത് പോലീസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കേസെടുത്തത്. മുഹമ്മദ് ഷർഷാദിനും സ്ഥാപനത്തിൻ്റെ CEO-യുമായിരുന്ന ശരവണിനുമെതിരെയായിരുന്നു കേസെടുത്തത്. നാടകീയമായ അറസ്റ്റും ഒപ്പം തന്നെ ഈ നാടകീയമായിട്ടുള്ള ഇവരുടെ ഇപ്പോഴത്തെ ഈ അറസ്റ്റിന് പിന്നിലെ രഹസ്യവും എല്ലാവർക്കും മനസ്സിലായി എന്നുകൂടി തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. കാരണം ഷർഷാദ് പറഞ്ഞ ഒരൊറ്റ വാചകം മാത്രം മതി അത് മനസ്സിലാക്കാൻ. ഈ അറസ്റ്റിന് പിന്നിൽ പോളിറ്റ് ബ്യൂറോയ്ക്ക് അയച്ച കത്ത് വിവാദമാണ് എന്നുള്ളത് മാത്രം. അപ്പോൾ ആ കത്ത് വിവാദം എത്രത്തോളം CPM എന്ന് പറയപ്പെടുന്ന പാർട്ടിയെ വെട്ടിലാക്കി എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള P ശശിക്കെതിരെ ഷർഷാദ് ആരോപണം ഉന്നയിച്ചു. അതായത് തൻ്റെ അറസ്റ്റിന് പിന്നിൽ ഈ ശശിയാണ്, P ശശിയാണ് എന്ന് പോലീസിനോട് പറഞ്ഞതായിട്ട് തന്നെയാണ് ഇപ്പോൾ ഷർഷാദ് പറയുന്നത്. ഷർഷാദിൻ്റെ വെളിപ്പെടുത്തൽ. കാരണം ഇത്തരത്തിൽ CPM-ൻ്റെ കിരീടം വയ്ക്കാത്ത രാജാവാണ് P ശശി. മുമ്പും നായനാർ മന്ത്രിസഭ ഉണ്ടായിരുന്ന സമയത്തും അദ്ദേഹത്തിന് മുന്നിൽ നിർത്തി പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയാണ് ആഭ്യന്തര വകുപ്പ് ഭരിച്ചിരുന്നത് എന്നൊരു ആക്ഷേപമുണ്ടായിരുന്നു. ആ P ശശി അത്തരത്തിൽ തന്നെയാണ് ഇപ്പോഴും പിണറായി വിജയനെ മുന്നിൽ നിർത്തി ഈ പോലീസിനെ ഭരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഷർഷാദിനെ ഇത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞത്. CPM പോളിറ്റ് ബ്യൂറോയ്ക്ക് കത്തയച്ചതുമായി ബന്ധപ്പെട്ട സമീപകാലത്തുണ്ടായ വാർത്തകൾ നിറഞ്ഞു നിന്ന ആളാണ് ഷർഷാദ് എന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചു. കത്ത് ചോർത്തിയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മകനുമെതിരെ ഇദ്ദേഹമെന്ന് ആരോപണം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ലണ്ടൻ ആസ്ഥാനമായിട്ടുള്ള മലയാള സിനിമാ നിർമ്മാതാവിനെതിരെ ചെന്നൈയിലെ സിനിമാ ബന്ധമുള്ള മലയാളി ബിസിനസ്സുകാരൻ മുഹമ്മദ് ഷർഷാദ് CPM പോളിറ്റ് ബ്യൂറോയ്ക്ക് നൽകിയ പരാതി കോടതി രേഖയായി എന്ന ആരോപണം ഏറെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. അങ്ങനെ പരാതി ചോർത്തിയത് CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ്റെ മകൻ ശ്യാംജിത്താണ് എന്ന് ആരംഭിച്ച് അന്ന് ഷർഷാദ് CPM ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള MA ബേബിക്ക് പരാതി നൽകിയ പരാതിയുടെ പകർപ്പ് എന്ന് പറയപ്പെടുന്നത് അത് പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ രാജേഷ് കൃഷ്ണ ഡൽഹി ഹൈക്കോടതിയിൽ നൽകിയ മാനനഷ്ട കേസിൽ വിവാദ കത്ത് ഭാഗമായതോടുകൂടിയാണ് പാർട്ടിക്ക് നൽകിയ രഹസ്യ കത്ത് എങ്ങനെ മാനനഷ്ട കേസിൽ തെളിവായി എന്നുള്ള ചോദ്യം ഉണ്ടാകുന്നത് എന്നാണ്. ഇവിടെ ഈ മന്ത്രി എം പി രാജേഷും KN ബാലഗോപാൽ അടക്കമുള്ള SFI നേതൃത്വത്തിലുണ്ടായിരുന്നവർ ഈ ആരോപണ വിധേയനായ UK മലയാളിയും സംഘടനാ ചുമതലയിലുണ്ടായിരുന്നുവെന്ന് പാർട്ടിക്ക് പരാതി നൽകിയ ഷർഷാദ് വെളിപ്പെടുത്തുന്ന സാഹചര്യം കൂടി ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ നേതാക്കളുമായി ഉൾപ്പെടെ മുൻനിര CPM നേതാക്കളുമായി പ്രവാസി തട്ടിപ്പുകാരന് അടുത്ത ബന്ധമുണ്ട് എന്ന് പറയപ്പെടുമ്പോൾ UK-യിൽ ഇയാളുടെ കൂടെ ഉള്ള മലയാളികൾ, ആ മലയാളികൾ മുഖേന ലഭിച്ച തെളിവുകൾ ആണ് ഇതുമായിട്ട് പക്കലുള്ളത് എന്ന് പറയപ്പെടുന്നുണ്ട്. അങ്ങനെ അവിടുത്തെ ബാങ്ക് അക്കൗണ്ടിൽ വന്ന കോടികളുടെ ഇടപാടുകൾ അടക്കം പരിശോധിക്കണമെന്നും എവിടെ നിന്നാണ് ഈ തുക വരുന്നതെന്ന് അറിയണമെന്നുമാണ് അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നത്. അപ്പോൾ MV ഗോവിന്ദൻ്റെ മകൻ ശ്യാമുമായിട്ട് വർഷങ്ങളായിട്ടുള്ള ബന്ധം ഈ UK-കാരനുണ്ട്. എന്നാൽ MV ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി ആകുന്നതിന് മുമ്പാണ് ശ്യാമും ഇയാളും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടന്നത് എന്നാണ് പറയപ്പെടുന്നത്.
കുടുംബപരമായി തന്നെ അവർ തമ്മിൽ നല്ല ബന്ധമുള്ള ആൾക്കാർ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവർ ലണ്ടനിലെത്തിയപ്പോൾ എം.വി. ഗോവിന്ദൻ ഇയാളുടെ വീട്ടിലെത്തിയത് എന്നാണ് മുഹമ്മദ് ഷെർഷാദ് പറയുന്നത്. അപ്പോൾ പുസ്തക പ്രകാശന പരിപാടിയിലടക്കം ഗോവിന്ദൻ മാഷ് ഇതിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, അന്ന് ഈ ഗോവിന്ദൻ മാഷൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവരോടൊപ്പം പങ്കെടുക്കുമ്പോൾ മാഷിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കുമ്പോൾ വലിയ പിന്തുണയുണ്ട് ഇതിനെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് കൂടി ഷെർഷാദ് പറയുന്നുണ്ട്. അപ്പോൾ തട്ടിപ്പുകാരന്മാരോട് ഏത് തരത്തിലുള്ള സമീപനമാണ് ഇവർ സ്വീകരിച്ചിരുന്നത് എന്നാണ് ഇവർ മനസ്സിലാക്കുന്നത്. ആ തട്ടിപ്പുകാരൻ രാജേഷ് കൃഷ്ണ ലണ്ടൻ പ്രതിനിധിയായിട്ട് പാർട്ടി സമ്മേളന വേദിയിൽ വരുന്ന വിവരം ഇവിടെ നിന്ന് ഇയാൾ പലരെയും അറിയിക്കുകയുണ്ടായി. അതിനുശേഷം അതിൻ്റെ ഭാഗമായിട്ട് തമിഴ്നാട്ടിലെ ബന്ധങ്ങൾ പ്രയോജനപ്പെടുത്തി ധവാളെ സഖാവിനെ ബന്ധപ്പെടുന്നു. അതിനുശേഷം ആ കത്ത് ഹൈക്കോടതിയിൽ ഇപ്പോൾ മാനനഷ്ട കേസിനോടനുബന്ധിച്ച് സമർപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതായത് ഇയാളും ഈ ഷെർഷാദും ഈ രാജേഷ് കൃഷ്ണയും തമ്മിലുള്ള ബന്ധം എന്താണ്, എം.വി. ഗോവിന്ദൻ്റെ മകനും രാജേഷ് കൃഷ്ണയും തമ്മിലുള്ള ബന്ധം എന്താണ്, അതായത് ലണ്ടൻ വ്യവസായമായിട്ടുള്ള ബന്ധം എന്താണ്, ഇത് അറിയേണ്ടതുണ്ട്. പിന്നീട് പാർട്ടി സമ്മേളന പ്രതിനിധിയായിട്ട് രാജേഷ് കൃഷ്ണ വരുന്ന വിവരം അറിയിച്ചുകൊണ്ടുള്ള കത്തും അത് പിന്നെ മാനനഷ്ട കേസിലേക്ക് എത്തപ്പെടുന്നതുമൊക്കെ അതിനുശേഷം ഉണ്ടാകുന്ന കഥകളാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതിനുശേഷം മുഹമ്മദ് ഷെർഷാദ് പറയുന്നത് ഗോവിന്ദൻ മാഷിൻ്റെ മകൻ ശ്യാമാണ് ഈ പരിപാടികൾക്കെല്ലാം പിന്നിൽ, ഈ പ്രവാസി മലയാളിയെ ഇവിടെ കൊണ്ടുവരുന്നത് അടക്കമുള്ള കാര്യങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചത് എം.വി. ഗോവിന്ദൻ്റെ മകനാണ് എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ തൻ്റെ കുടുംബത്തിൽപ്പെട്ട അല്ലെങ്കിൽ തൻ്റെ കുടുംബത്തിൽ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുണ്ടായ വേളയിൽ പ്രവാസിയെക്കുറിച്ച് അന്വേഷിക്കുന്നു. 2016 വരെ UK-യിൽ ഈ ബെഡ് സ്പേസ് ഷെയർ ചെയ്ത് താമസിച്ച ആളാണ് ഈ രാജേഷ് കൃഷ്ണ എന്ന് പറയപ്പെടുന്ന ഈ വ്യവസായി എന്ന് പറയപ്പെടുന്നത്. LDF അധികാരത്തിൽ വന്നപ്പോൾ ലോക കേരള സഭയിൽ ഇയാൾ ഭാഗമാകുന്നു. അതിനുള്ള യോഗ്യതയൊക്കെ ഇയാൾക്കുണ്ടോ എന്ന് ചോദിച്ചാൽ അതൊന്നും അറിയില്ല. യോഗ്യത എന്ന് പറയപ്പെടുന്നത് ഈ കള്ളപ്പണ ഇടപാട് മാത്രമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അന്ന് P. ശ്രീരാമകൃഷ്ണൻ മുഖേനയാണ് ലോക കേരള സഭയിൽ ഇയാൾ എത്തിയത്. കൊല്ലത്തെ കടൽ കായൽ ശുചീകരണ പദ്ധതിയിൽ ബ്രിട്ടീഷ് പൗരൻ മുഖേന ഈ കിങ് ഡാം എന്ന പേരിലൊരു കടലാസ് കമ്പനി ഉണ്ടാക്കി അതിലൂടെ പണമെത്തിച്ചു എന്നാണ് പറയപ്പെടുന്നതും അതിൽ 1/3 ഭാഗം തുക മാത്രമാണ് പദ്ധതിക്ക് ചെലവിട്ടതും ബാക്കി കോടികൾ എന്ന് പറയപ്പെടുന്നത് വകമാറ്റുകയായിരുന്നു എന്നുകൂടി കിങ് ഡാം കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടുകൾ വഴി ഉള്ള രേഖകൾ വ്യക്തമാക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ രാജേഷ് കൃഷ്ണയുടെ ചൂണ്ടിക്കാട്ടലുകളും നിലപാടുകളും ഉണ്ട് ഒരു ഭാഗത്ത്. ഈ ഷെർഷാദ് പറയുന്ന കാര്യങ്ങളുണ്ട്. ഷെർഷാദിൻ്റെ തുറന്നു പറച്ചിലുകൾ എന്ന് പറയപ്പെടുന്ന CPM-ന് അനുകൂലമായിട്ടല്ല, അത് പ്രതികൂലമാകുന്ന സംഭവത്തിലാണ്. ഗോവിന്ദൻ മാഷിൻ്റെ മകൻ ശ്യാമുമായിട്ട് വർഷങ്ങളായിട്ടുള്ള ബന്ധം ഇവർക്കൊക്കെ ഉണ്ട്. മാത്രമല്ല എം.വി. ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി ആകുന്നതിന് മുൻപ് തന്നെ ഈ ശ്യാമും ബാക്കിയുള്ള ലണ്ടൻ വ്യവസായികളും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഇവർ തമ്മിൽ കുടുംബപരമായി തന്നെ നല്ല ബന്ധമുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവർ ലണ്ടനിലെ വീട് സന്ദർശിക്കുന്നത് എന്നും ആ വീട് സന്ദർശന വേളയിൽ അവർ താമസിക്കുന്നത് അവരോടൊപ്പമാണ് എന്ന് അടക്കം ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള 40 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതി എന്ന് പറയപ്പെടുന്ന ഷെർഷാദ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ CPM സെക്രട്ടറിക്കെതിരെ നിലപാട് എടുത്ത വ്യക്തിയാണ് ഇപ്പോൾ കേരള പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ളത് എന്നുള്ളതാണ്. അത്തരത്തിൽ കേരള പോലീസിൻ്റെ കസ്റ്റഡിയിലേക്ക് ഒരാളെ കൊണ്ട് എത്തിക്കപ്പെടുന്നതിനുള്ള കാരണമായി പറയപ്പെടുന്നത് എന്താണ്, ഈ 40 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നുള്ള 2 പരാതികൾ കൊച്ചിയിൽ നിന്ന് ലഭിക്കുന്നതിൻ്റെ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഷെർഷാദിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഷെർഷാദിൻ്റെ അറസ്റ്റിലേക്ക് പോകുന്നതിനുള്ള കാരണങ്ങളിൽ ഒന്ന് എന്ന് പറയപ്പെടുന്നത് ഈ ഷെർഷാദ് CPM പോളിറ്റ് ബ്യൂറോയ്ക്ക് കത്ത് നൽകിയതാണ്. അത് എം.വി. ഗോവിന്ദനെതിരെയും എം.വി. ഗോവിന്ദൻ്റെ മകനെതിരെയും CPM-ലെ മറ്റ് പ്രമുഖരായ നേതാക്കൾക്കെതിരെയും അവർ പണമുണ്ടാക്കിയ സാമ്പത്തിക സ്രോതസ്സുകൾ എന്താണ് എന്ന് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്തുകളായിരുന്നു. ആ കത്തുകൾ രാഷ്ട്രീയ കോളിളക്കം CPM-ൽ സൃഷ്ടിച്ച കത്തുകളായിരുന്നു. അവയ്ക്ക് പിന്നാലെയാണ് ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ട് ഭരണപരമായിട്ട് ഇവരുടെ കയ്യിൽ പോലീസുണ്ട് എന്നുള്ള അഹങ്കാരത്തിൻ്റെ പുറത്ത് ആരെയും എപ്പോഴും അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നതും പോലീസിനെ ഉപയോഗിച്ച് ഇല്ലാതാക്കാൻ കഴിയുന്നതുമായിട്ടുള്ള നിലപാടുകൾ കൈക്കൊള്ളുന്നൊരു ഭരണപക്ഷമാണ്, ഒരു സർക്കാരാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്നുള്ള ആക്ഷേപം നിലനിൽക്കുമ്പോൾ തന്നെ അത്തരത്തിലുള്ള സമീപനം വീണ്ടും സ്വീകരിച്ചിരിക്കുകയാണ് നിക്ഷേപ തട്ടിപ്പ് കേസിലെ അറസ്റ്റിലൂടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇതിന് പിന്നിൽ രാഷ്ട്രീയമെന്ന് തന്നെയാണ് ഈ വ്യവസായി പറയപ്പെടുന്നത്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് അടക്കം ഇതിനകത്ത് കൈയുണ്ട്. പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ഇടപെടലുകളാണ് ഇപ്പോൾ ഈ അറസ്റ്റിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നത്. P. ശശി മുമ്പും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, P. ശശിയാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി, P. ശശി മുമ്പും ഇങ്ങനെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. മാത്രമല്ല ഈ 40 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലെ ഷെർഷാദ് എന്ന് പറയപ്പെടുന്ന പ്രതി
അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് നടന്നു കഴിയുമ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞ ഒരു വാചകം മതി എന്തിനാണ് തന്നെ അറസ്റ്റ് ചെയ്തതെന്ന് മനസ്സിലാക്കാൻ. കാരണം അദ്ദേഹം പറയുന്നത് ഇത്രയേ ഉള്ളൂ, പോളിറ്റ് ബ്യൂറോയ്ക്ക് താൻ CPM നേതാക്കൾക്കെതിരെ അയച്ച കത്താണ് ഇത്രയും വലിയ വിവാദത്തിലേക്കും ഇപ്പോൾ അറസ്റ്റിലേക്കും എത്തിയത് എന്നാണ് അദ്ദേഹം പറയുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.